നമസ്കാരം, എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 2025 പുതുവർഷം മിഥുനൻ രാശിക്കാരായ മകീര, മര, തിരുവാതിര, പുണർദം, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും, അവർക്കുള്ള പരിഹാരവുമാണ് പറയുന്നത്. 2025 മിഥുനൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക. നിങ്ങളുടെ രാശിയധിപൻ ബുധനാണ്. ബുധൻ നിങ്ങൾക്ക് ബുദ്ധി സാമർഥ്യത്തോടെ, നല്ല അറിവോടെ അവരവർ ചെയ്യുന്ന തൊഴിലിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ 7ഉം 10ഉം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ 12ാം ഭാവത്തിലാണ്. 12ലുള്ള വ്യാഴം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ വ്യാഴത്തിൻ്റെ ഫലമാണ് കിട്ടുക. മെയ് 14 മുതൽ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് രാശി മാറും. അത് നിങ്ങൾക്ക് നല്ല വ്യക്തിത്വത്തോടെ, പക്വതയോടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പേര്, പ്രശസ്തി വർദ്ധിക്കും. അംഗീകാരങ്ങൾ, അവാർഡുകളൊക്കെ കിട്ടാൻ നല്ലതാണ്. തൊഴിൽ പുരോഗതി നേടാൻ സാധിക്കും. പ്രൊമോഷൻ കിട്ടാൻ, ശമ്പള വർധനവിന്, അതുപോലെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹഭാഗ്യം, പ്രണയിക്കുന്നവർ തമ്മിൽ പ്രേമവിവാഹം നടക്കാൻ, പുനർവിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ്. സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. ഭാഗ്യവർദ്ധനവും ധനലാഭം ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ, അതുപോലെ പുതിയ റിലേഷൻ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. ലാഭം വർദ്ധിക്കും. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അത്ര നല്ലതല്ല, തെറ്റിദ്ധാരണ വരാതെ ശ്രദ്ധിക്കണം. വിദേശ ബിസിനസ് ചെയ്യുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ലാഭം വർദ്ധിക്കും. ശനി ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യസ്ഥാനത്തുള്ള ശനി ഐശ്വര്യവും ഭാഗ്യവർദ്ധനവും ധനലാഭം ഉണ്ടാക്കും. മാർച്ച് 29 ശനി നിങ്ങളുടെ 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് രാശി മാറും. പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തിലേക്ക് മാറും. 10ലുള്ള ശനി നിങ്ങളുടെ കേന്ദ്രഭാവത്തിലാണ്. കഠിന പ്രയത്നത്തോടെ തൊഴിൽ പുരോഗതി നേടാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിലൂടെയൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ചിലർക്ക് വീട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. നേതൃശേഷി വർദ്ധിക്കും. ഇനി നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണ്, ശുഭസ്ഥാനത്താണ്, അതുപോലെ ഉച്ചത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാം നല്ലതാകും. നിങ്ങളുടെ ജാതകത്തിലെ ശനി ബലവാനല്ല എങ്കിൽ നിങ്ങൾക്കത് ഒരു സമ്മിശ്ര ഫലമാണ് അപ്പോൾ ശനിയുടെ കിട്ടുക. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ്, നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. 10ലുള്ള രാഹു തൊഴിൽ പുരോഗതിയും ധനലാഭം ഉണ്ടാക്കും. പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. മെയ് 18 രാഹു വക്രഗതിയിൽ കുംഭൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് മാറും. 9ലുള്ള രാഹു കുടുംബാഭിവൃദ്ധി ഉണ്ടാക്കും. ദൈവഭക്തി വർദ്ധിക്കും. അതുപോലെ കാര്യപ്രാപ്തി ഉണ്ടാക്കും. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ധനനേട്ടം ഉണ്ടാകും. കേതു വർഷം മുഴുവനും നിങ്ങൾക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. സൂര്യദേവൻ എല്ലാ മാസവും രാശി മാറും. ജൂൺ 15 മുതൽ ഒരു മാസം നിങ്ങളുടെ മിഥുനൻ രാശിയിലായിരിക്കും സൂര്യൻ. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലും പോസിറ്റീവ് ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങളൊക്കെ കിട്ടും. ആരോഗ്യപരമായിട്ട് 2025 നല്ലതാണെങ്കിലും ചിലർക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ കാൽമുട്ട് സംബന്ധിച്ച പ്രശ്നങ്ങൾ, വയറ് സംബന്ധിച്ച പ്രശ്നങ്ങൾ, ചെറിയ ടെൻഷനൊക്കെ നിലനിൽക്കും. ആരോഗ്യ പ്രശ്നമുള്ളവർ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അതുപോലെ യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. മൃഗങ്ങളായിട്ട് ഇടപെടുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. തൊഴിൽപരമായിട്ട് 2025 നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ലതാകും. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ടെൻഷൻ, തടസ്സങ്ങളൊക്കെ നിലനിൽക്കുമെങ്കിലും പിന്നീടെല്ലാം ശരിയാവും. കഠിന പ്രയത്നത്തോടെ അവരവർ ചെയ്യുന്ന തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. പ്രശ്നങ്ങളെ, തടസ്സങ്ങളെയൊക്കെ മറികടന്ന് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. ധനപരമായിട്ട് 2025 നിങ്ങൾക്ക് വരുമാനവും ലാഭവും വർദ്ധിക്കും. ധനാഭിവൃദ്ധി ഉണ്ടാകും. പങ്കാളിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. ലോൺ എടുത്ത് പുതിയത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ വർഷമാണ്. വീട് വയ്ക്കാൻ, വസ്തു വാങ്ങാൻ, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. പിന്നെ എന്തെങ്കിലും പുതിയത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, കായിക രംഗത്ത്, സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ നല്ല പേര്, പുതിയ അവസരങ്ങളൊക്കെ കിട്ടും. ദേഷ്യം നിയന്ത്രിക്കണം. അതുപോലെ വിവാദങ്ങളിൽ പെടാതെയൊക്കെ ശ്രദ്ധിക്കണം. ചിലവ് നിയന്ത്രിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണഫലം വർദ്ധിക്കും. ഇനി നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വിഷ്ണു പ്രീതി വരുത്തുന്നത് കൊണ്ട്, അതുപോലെ ശനിയാഴ്ചകളിൽ സാസാക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത്, പിന്നെ ഓം നമഃശിവായ ദിവസവും 21 തവണ ചൊല്ലുന്നത് കൊണ്ടൊക്കെ ദോഷം കുറഞ്ഞ് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും.
എല്ലാ മിഥുനൻ രാശിക്കാർക്കും 2025 പുതുവർഷം എല്ലാവിധ ഐശ്വര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്